Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിൽ ഐഡിയൽ ഹൗസിൽ ലേറ്റസ്റ്റായി ഇൻട്രൊഡ്യൂസ് ചെയ്ത പവർഫുൾ AI ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു സോഫ്റ്റ്വെയറിനെ സഹായമില്ലാതെ ഏതൊരാൾക്കും ഒരു ഫോട്ടോ മാത്രം യൂസ് ചെയ്ത് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ സ്പേസിനെ ഒരു സിംഗിൾ ക്ലിക്കിൽ ഡിസൈൻ ചെയ്യാനും അതും ഫ്ലോർ പ്ലാൻ മുതൽ ഫർണിച്ചർ ട്രൈ ഓൺ വരെ ഈ ന്യൂ ഫീച്ചേഴ്സിലൂടെ ചെയ്യാവുന്നതാണ്. ഐഡിയൽ ഹൗസിലൂടെ ന്യൂ ആയി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ പവർഫുൾ AI ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, ഈ ഫീച്ചേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാമെന്നെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഐഡിയൽ ഹൗസ് എന്ന ഈ ഒരു AI ടൂൾ ആക്സസ് ചെയ്തതിനു ശേഷം ഫീച്ചേഴ്സ് എന്ന സെക്ഷനിൽ നിന്നും വ്യൂ ഓൾ ക്ലിക്ക് ചെയ്ത് ഇതിൽ അവൈലബിൾ ആയ എല്ലാ AI ടൂൾസും നമുക്കിതിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു AI ടൂൾസ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതിലെ എല്ലാ AI ടൂൾസും ആക്സസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഇന്റീരിയർ റീമോഡൽ, എക്സ്റ്റീരിയർ റെനോവേറ്റർ, ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയ ധാരാളം ടൂൾസുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഈ ടൂൾസുകളെ കുറിച്ചെല്ലാം നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും അതിന്റെ ലിങ്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ഇതിലെ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സിനെയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ന്യൂ ഫീച്ചേഴ്സ് നമുക്കിതിൽ കാണാവുന്നതാണ്. നമ്മൾ ഇതിൽ ആദ്യമായി AI ഫ്ലോർ പ്ലാൻ ജനറേറ്റർ ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു AI ഫ്ലോർ പ്ലാൻ ജനറേറ്റർ ഇതിൽ ആക്സസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മോഡൽ എന്ന ഈ സെക്ഷനിൽ ബേസ്, പ്രോ എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ ഇതിൽ അവൈലബിൾ ആണ്. ബേസ് മോഡൽ യൂസ് ചെയ്യുന്നതിനായി 10 ക്രെഡിറ്റ്സും പ്രോ മോഡൽ യൂസ് ചെയ്യുന്നതിനായി 20 ക്രെഡിറ്റ്സുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഇതിൽ പ്രോ മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ റൂംസ് എന്ന ഈ സെക്ഷനിൽ നമ്മുടെ ഫ്ലോർ പ്ലാനിൽ എത്ര ബെഡ്റൂംസ് വേണമെന്ന് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ 3 റൂമുകളാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്തതായി നമുക്ക് ആവശ്യമുള്ള ബാത്റൂംസ് നമുക്കിവിടെ നിന്നും സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി കിച്ചൺ ഓപ്പൺ ആയോ ക്ലോസ്ഡ് ആയോ നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓപ്പൺ എന്ന ഈ ഒരു ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഗ്രോസ് ഏരിയ എന്ന ഈ ഒരു സെക്ഷനാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള യൂണിറ്റ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ മെട്രിക്, ഇമ്പീരിയൽ എന്നിങ്ങനെ 2 യൂണിറ്റുകൾ അവൈലബിൾ ആണ്. മെട്രിക് സ്ക്വയർ മീറ്ററും ഇമ്പീരിയൽ സ്ക്വയർ ഫീറ്റുമാണ്. ഞാനിത് ഡിഫോൾട്ടായ മെട്രിക് എന്ന ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അടുത്തതായി ഏരിയ ആണ്. ഇവിടെ 50 മീറ്റർ സ്ക്വയർ മുതൽ 150 മീറ്റർ സ്ക്വയർ വരെ ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഏരിയ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 150 മീറ്റർ സ്ക്വയർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തതായി എക്സ്ട്രാസ് എന്ന ഈ ഒരു ഓപ്ഷനാണ്. അഡീഷണലായി ആഡ് ചെയ്യേണ്ട റൂംസ് നമുക്കിതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വാക്ക് ഇൻ ക്ലോസറ്റ്, ഹോം ഓഫീസ്, ഗാരേജ് ഇതെല്ലാം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ജനറേറ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. വളരെ ക്വിക്കായി നമ്മുടെ ഫ്ലോർ പ്ലാൻ ഇവിടെ ജനറേറ്റ് ആയിരിക്കുകയാണ്. ഇതുപോലെ നമുക്കൊരു ബേസിക് ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഈ ഒരു AI ഫ്ലോർ പ്ലാൻ ജനറേറ്റർ വളരെ യൂസ്ഫുൾ ആണ്. ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്ത ഈ ഒരു പ്ലാൻ ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഡൗൺലോഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ന്യൂ ഫീച്ചർ AI പ്ലാൻ വിഷ്വലൈസർ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ജനറേറ്റ് ചെയ്ത ഈ ഒരു പ്ലാനിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ പ്ലാൻ ടൈപ്പ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് ടൈപ്പ് പ്ലാനാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ ഫ്ലോർ പ്ലാൻ എന്ന ഈ ഒരു ഓപ്ഷനാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നത്. അടുത്തതായി സ്റ്റൈലാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഏത് ടൈപ്പ് സ്റ്റൈലാണെന്ന് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ റിയലിസ്റ്റിക് എന്ന ഈ ഒരു സ്റ്റൈലാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് വ്യൂ ആണ്. നമുക്ക് ആവശ്യമുള്ള വ്യൂ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഐ ലെവൽ വ്യൂ, ടോപ്പ് ഡൗൺ വ്യൂ എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ ഇതിൽ അവൈലബിൾ ആണ്. നമ്മളൊരു ഫ്ലോർ പ്ലാൻ ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടോപ്പ് ഡൗൺ വ്യൂ ആണ് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നത്. ലുക്കിംഗ് ഫോർ സ്പെസിഫിക് എന്ന ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ സ്റ്റൈലുകൾ സെലക്ട് ചെയ്യാതെ ഇവിടെ ടൈപ്പ് ചെയ്തും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ സെക്ഷൻ ബ്ലാങ്ക് ആയി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ജനറേറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഫ്ലോർ പ്ലാൻ ഇവിടെ ഇതുപോലെ വിഷ്വലൈസ് ആയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ബിഫോർ, ആഫ്റ്റർ ഇതിൽ നിന്നും ചെക്ക് ചെയ്യാവുന്നതാണ്.
ഇതുപോലെ ഫ്ലോർ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്തതും നമ്മുടെ കയ്യിലുള്ള ഫ്ലോർ പ്ലാൻസിനെയും പ്ലാൻ വിഷ്വലൈസറിൽ ആഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ടെക്സ്ചർ റീപ്ലേസർ എന്ന ന്യൂ ഫീച്ചറാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമുക്കിതിലേക്ക് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഇമേജസിനെ ആഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റേഴ്സുമായി അതിലെ ടെക്സ്റ്റേഴ്സിനെ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഇമേജസിനെ ആഡ് ചെയ്യുന്നതിനായി ആഡ് ഫോട്ടോ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ ഇതിലേക്ക് ഇമേജസിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാവുന്നതുമാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഏരിയ സെലക്ട് ചെയ്യുന്നതിനായി ഇവിടെ നിന്നും ഓട്ടോമാറ്റിക്കായി നമുക്ക് ആവശ്യമുള്ള ഏരിയ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കൊരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ സൂം ചെയ്യാവുന്നതാണ്. ഇവിടെ ഓട്ടോ സെലക്ഷൻ യൂസ് ചെയ്ത് ഞാൻ ഈ ഒരു വാളും ഈ ഒരു സീലിങ്ങും ഇതുപോലെ റഫായി സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ടെക്സ്ചർ ഇവിടെ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ജനറേറ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വാൾപേപ്പർ നമ്മൾ സെലക്ട് ചെയ്ത ഏരിയയിലേക്ക് റീപ്ലേസ് ആകുന്നതാണ്. ഇവിടെ വളരെ ക്വിക്കായി നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഏരിയയിലേക്ക് ഇവിടെ ടെക്സ്ചർ ആഡ് ആയിരിക്കുകയാണ്. നമുക്കിതിൻ്റെ ലാർജ് വെർഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ആഡ് ചെയ്ത ആ ഒരു വാൾപേപ്പർ ഇവിടെ ഒരു സീലിംഗിലേക്കും വാളിലേക്കും ആഡ് ആയിരിക്കുകയാണ്. കൂടാതെ നമ്മുടെ ഇമേജിൻ്റെ ആംഗിളും ഇവിടെ ചേഞ്ച് ആയതായി കാണാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ ഫോട്ടോസിലുള്ള ടെക്സ്റ്റേഴ്സിനെ വളരെ ക്വിക്കായി റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഒബ്ജക്റ്റ് റിമൂവർ എന്ന ഈ ഒരു ഫീച്ചറാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ഫർണിച്ചേഴ്സിനെ റിമൂവ് ചെയ്യുന്നതിനായി ഈ ഒരു ഇമേജ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ റിമൂവൽ മെത്തേഡിൽ റിമൂവ് ഓൾ, ക്ലിക്ക് ടു റിമൂവ് എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ ഇതിൽ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഇമേജിൽ നിന്നും ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെയാണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ ക്ലിക്ക് ടു റിമൂവ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിൽ നിന്നും നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് ആ ഒബ്ജക്റ്റിനെ മാത്രം നമുക്ക് ഇതിൽ നിന്നും റിമൂവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിലെ എല്ലാ ഫർണിച്ചേഴ്സിനെയും റിമൂവ് ഓൾ എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുകയാണ്. നമ്മൾ സെലക്ട് ചെയ്ത ആ റൂമിലുണ്ടായിരുന്ന കംപ്ലീറ്റ് ഫർണിച്ചേഴ്സ് ഇവിടെ റിമൂവ് ആയിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ഫോട്ടോസിൽ നിന്നും ഫർണിച്ചേഴ്സിനെ റിമൂവ് ചെയ്യാനും നമുക്ക് വേണ്ട ഫർണിച്ചേഴ്സിനെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതുമാണ്. അടുത്തതായി യുണീക്ക് ന്യൂ ഫീച്ചറായ ഫർണിച്ചർ ട്രൈ ഓൺ ആണ് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള ഫർണിച്ചേഴ്സിനെ ആഡ് ഫർണിച്ചർ എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ എക്സാമ്പിൾ എന്ന ഈ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ട്രൈ ചെയ്യുന്നതിനായി കുറച്ച് ഫർണിച്ചർ എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. ഞാൻ ഈ ഒരു സോഫയാണ് ആദ്യമായി ഇതിൽ ട്രൈ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സോഫ ഇതിൽ സെലക്ട് ചെയ്യാം. ഇനി കൺഫേം എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടോട് കൂടിയ ഒരു സോഫയാണ് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആഡ് ചെയ്യുന്ന ഇമേജുകളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഏരിയ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഫർണിച്ചറിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സോഫ നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഇവിടെ സ്കെയിൽ ചെയ്ത ശേഷം ജനറേറ്റ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഒരു പേഴ്സ്പെക്റ്റീവ് ഇമേജിലേക്കാണ് ഒരു സ്ട്രെയിറ്റ് ഫർണിച്ചർ നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു ഇമേജിൽ വളരെ റിയലിസ്റ്റിക് ആയി നമ്മൾ സെലക്ട് ചെയ്ത സൈസിൽ ആ ഒരു ഫർണിച്ചർ ഇവിടെ പ്ലേസ് ആയിരിക്കുകയാണ്. ഇനിയും ഇതിലേക്ക് ഫർണിച്ചേഴ്സിനെ ആഡ് ചെയ്യുന്നതിനായി വീണ്ടും ആഡ് ഫർണിച്ചർ എന്ന ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഫർണിച്ചറുകൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ഇനി ജനറേറ്റിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ആം ചെയറും നമ്മുടെ ഈ ഒരു ഇമേജിലേക്ക് ആഡ് ആയിരിക്കുകയാണ്. ഇതൊരു ഗെയിം ചേഞ്ചിങ് ഫീച്ചർ തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫർണിച്ചറുകളെ ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്ത് നമ്മുടെ സീനിൽ വളരെ ഈസിയായി അത് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഹൗസ് പ്ലാൻ ജനറേറ്റർ എന്ന ഈ ഒരു ഫീച്ചറാണ് ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു ഫീച്ചറിൽ നമുക്ക് ആവശ്യമുള്ള എക്സ്റ്റീരിയർ ടൈപ്പ് ഇമേജ് സെലക്ട് ചെയ്യാം. യൂണിറ്റ്, ഏരിയ, ബെഡ്റൂംസ്, ബാത്റൂം
അതിന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം സെലക്ട് ചെയ്ത് ക്വിക്കായി നമുക്കിതിൻ്റെ പ്ലാൻ, എലവേഷൻ എല്ലാം ഇതിൽ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയ ഫീച്ചേഴ്സാണ് ഐഡിയൽ ഹൗസിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതൊരാൾക്കും അവരുടെ ഐഡിയാസിനെ റിയൽ ഡിസൈൻ ആക്കി മാറ്റുവാൻ ഈ ഫീച്ചേഴ്സിലൂടെ സാധിക്കുന്നതാണ്. ഇതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു AI ടൂൾസ് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.